നിങ്ങളുടെയൊക്കെ വീടിന്റെ ഒരു ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരിക്കാറുണ്ടല്ലേ? മിക്കവരുടെയൊക്കെ വീടുകളിൽ കാണാറുണ്ടല്ലോ. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരു കുട്ടികളൊക്കെ ഉള്ളൊരു വീടുകളിൽ സ്വിച്ച് ബോർഡിൻ്റെയൊക്കെ മുകളിലൊക്കെ ഉള്ളൊരു ഭാഗത്തൊക്കെ നല്ല ക്ലിയർ ആയിരിക്കും. അതേസമയം കുട്ടികളൊക്കെ ഉള്ളൊരു വീടിൻ്റെതാ ഇതുപോലെ സ്വിച്ച് ബോർഡിൻ്റെ താഴേക്കുള്ളൊരു ഭാഗം ആകെ നാശമായിട്ട് കുട്ടികളാകെ പിടിച്ചൊക്കെ നാശമായിട്ട് ഇരിക്കാറുണ്ടല്ലേ? അപ്പോൾ ഇതുപോലെ നമ്മൾ അപ്പോഴത്തേക്ക് നമ്മൾ പറയും നമുക്കൊന്ന് വീട് പെയിൻ്റ് അടിപ്പിക്കാമെന്ന്. പക്ഷേ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ സാധാരണക്കാർ വീടൊക്കെ പെയിൻ്റ് അടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 45-50 രൂപയുടെ അടുത്ത് നമുക്ക് റേറ്റ് വരുന്നുണ്ടല്ലേ. ചിലപ്പോൾ നമുക്ക് പെയിൻറ്റിന് ഒരു 30 ലിറ്റർ പെയിൻ്റ് ആയിരിക്കും ആവശ്യം വരത്തുള്ളൂ. എന്നാൽ നമ്മുടെ ആ ഒരു പണിക്കാശ് മാത്രമായിട്ട് 20,000 രൂപയുടെ പെയിൻറ്റിന് 25,000 രൂപ നമുക്ക് പണിക്കാശ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ. അപ്പം നമുക്ക് സ്വന്തമായിട്ടൊക്കെ ഒന്ന് വീടിന് പെയിൻറ്റ് അടിച്ചെടുക്കാനൊന്ന് കാണിച്ചിട്ട് ഒരു ഐഡിയ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് പേർക്ക് നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിക്കോട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ആ ഒരു ബ്ലേഡ് വെച്ചിട്ട് ആകെ ഒന്ന് ചെത്തി അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്ന് തൂത്ത് തുടച്ചിടുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ നമ്മുടെയൊക്കെ വീടുകളിൽ വാൾപുട്ടി വാങ്ങിക്കാൻ കിട്ടും കടകളിൽ. അതിന് കിലോയ്ക്ക് 20 രൂപ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വാൾപുട്ടി നിങ്ങൾ ആകെ പൊട്ടിപ്പൊളിച്ചിരിക്കുന്ന ഒരു ഭാഗത്ത് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കുറച്ച് നമ്മൾ വാൾപുട്ടി വാരിയിട്ടിട്ട് അതിനകത്തേക്ക് നമുക്കൊരു പച്ച വെള്ളം നിങ്ങൾ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി ഇളക്കിയെടുക്കാം കേട്ടോ. അതിനുശേഷം ഇതുപോലെയൊക്കെ വരുന്ന നമ്മളെ ഒരു പൊളിഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്തിന് മുകളിലേക്ക് നമുക്ക് ആ ഒരു ബ്ലേഡ്, ചെറിയൊരു വീതിയുള്ള ബ്ലേഡ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തൂത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് കൊടുക്കാനുള്ളതാണ് പ്രൈമർ ആട്ടോ. സിമെൻറ്റ് പ്രൈമർ നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു സിമെൻറ്റ് പ്രൈമർ നമ്മൾ ഈ ഒരു പുട്ടിട്ട് കൊടുത്തേക്കുന്നതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഭിത്തിയിൽ ഒരു കോട്ടിങ് നമ്മൾ സിമെൻറ്റ് പ്രൈമർ കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പെയിൻറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഈ സിമെൻറ്റ് പ്രൈമർ നമ്മൾ കൊടുക്കുന്നത് വഴി നമ്മുടെയൊക്കെ ഈ ഭിത്തിയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉള്ള ഇതിങ്ങനെയുള്ള പൊളിഞ്ഞു പോകുന്നതൊക്കെ നമുക്കത് പെട്ടെന്ന് അത് പൊളിഞ്ഞു പോകാത്ത രീതിയിൽ, ഈർപ്പൊക്കെ നിൽക്കാത്ത രീതിയിൽ നമുക്കത് ഒന്ന് ആ ഭിത്തി ഒന്ന് ഫിനിഷ് ചെയ്ത് പെട്ടെന്ന് അത് നമുക്കത് ക്ലിയർ ആക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ സിമെൻറ്റ് പ്രൈമർ നമുക്കത് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ ഇനി ഒരു പ്രൈമർ നമുക്ക് നമ്മുടെ മതിലിൻ്റെ മുകളിലും നമ്മുടെ എല്ലാ റൂമുകളുടെ ഒക്കെ നമ്മളത് ഈ ഒരു പ്രൈമർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് പൂപ്പൽ പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഇതുപോലെ നമുക്ക് വിണ്ട് കീറുന്ന ഒരു ഭാഗങ്ങൾ, ചില നമ്മുടെ ഭിത്തിയുടെ കാര്യത്തിൽ ഇങ്ങനെ വിണ്ട് വന്നേക്കുന്നത് അങ്ങനെ ഒരു ഭാഗത്ത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ക്രാക്ക്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളിത് ജസ്റ്റ് ഒന്ന് നമുക്ക് തൂത്ത് കൊടുക്കാൻ പറ്റുന്നവർ ഇതുപോലൊക്കെ ഉള്ള വിണ്ട് വന്നേക്കുന്ന ഒരു ഭാഗത്തൊക്കെ നമുക്കത് വാങ്ങിച്ചിട്ട് തൂത്ത് കൊടുക്കാം. പിന്നെ അതെല്ലാം നമുക്ക് എളുപ്പത്തിന് വില കുറഞ്ഞ രീതിയിലാണെങ്കിൽ സാധാ വാൾപുട്ടി വാങ്ങിച്ചിട്ട് നമുക്കത് തൂത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തന്ന ആ ഒരു പുട്ടി വാങ്ങിച്ചാൽ മതി. അപ്പോൾ അതിന് 20 രൂപ റേറ്റ് വരുന്നുള്ളൂ. പിന്നെ ഇതുപോലെ നമുക്കൊരു ചെറിയൊരു റോളർ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ അധികം നമ്മൾ വീടിൻ്റെ അകത്ത് നമ്മളാ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പൈസ നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്വന്തമായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ അടുക്കളയിലും അതുപോലെ റൂമുകളിലൊക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് കൊടുത്തു. വീടിൻ്റെ ഫ്രണ്ട് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ പുറത്ത് ആൾ വെച്ചിട്ടാണ് കേട്ടോ ആ പെയിൻറ്റ് അടിപ്പിച്ചത്. പക്ഷെ നല്ലൊരു റേറ്റ് വന്നു. അപ്പം അതിൻ്റെ ഒരു ഇത് ഞങ്ങൾ എങ്ങനെയൊന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ നമുക്ക് റൂമിൻ്റെ അകങ്ങൾ നമ്മൾ കിച്ചൻ്റെ ഒക്കെ ഭാഗത്തൊക്കെ എന്താണ് നമ്മുടെ കളർ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നമുക്കിതുപോലെ ഗൂഗിളിൽ അടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചാർട്ട്, നമ്മൾ പെയിൻറ്റ് ചാർട്ട് എന്നുള്ളത് എടുക്കുക. അപ്പോൾ പെയിൻറ്റ് ചാർട്ടിൻ്റെ ആ ഒരു ഇമേജ് ഇത് വന്നു കഴിഞ്ഞപ്പം നമ്മുടെ വീടിൻ്റെ ഭിത്തിയുടെ കളർ എന്നാന്ന് നോക്കുക. ആ ഒരു കളറാണോ അതിൻ്റെ താഴത്തേക്ക് അത് തന്നെ നമുക്ക് ആ ഒരു കളർ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കളർ തന്നെ നോക്കിയിട്ട് നിങ്ങൾക്കത് ആ പെയിൻറ്റ് കടയിൽ പോയി പറയുവാണെങ്കിൽ ആ ഒരു കളർ തന്നെ നമുക്കത് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അധികം ആ ഒരു പെയിൻറ്റ് അടിയുടെ ആ ഒരു റേറ്റിൻ്റെ നമുക്ക് അതിൽ ലാഭം കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ റൂമിൽ ഇപ്പോൾ ബെഡ്റൂമിൽ കൊടുത്തേക്കുന്ന ആ ഒരു കളറാണ് അപ്പം ഇതപ്പോൾ ആ ഒരു കളറും നമ്മുടെ അടുക്കളയിൽ അടിച്ചേക്കുന്ന നമ്മുടെ റൂമുകളിലൊക്കെ വരുന്നൊരു കളർ നമ്മൾ ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് ബോറാവാതിരിക്കാനാണ് നമുക്കിതുപോലെ ഒരു ടേപ്പ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട്, ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം ടേപ്പ് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഡബിൾ ഷെയ്ഡ് ഇട്ടിരിക്കുകയും ചെയ്യും, ഒരു ഭംഗിയാവുകയും ചെയ്യും, അധികം ബോർ ആവുകയും ചെയ്യത്തില്ല കേട്ടോ. പക്ഷേ ഒരു വൈറ്റ് പെയിൻ്റ് ആണെങ്കിൽ നമുക്കിതൊന്നും അറിയണ്ട, ജസ്റ്റ് ഒന്നും ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിപ്പോൾ ഞാനിപ്പോൾ അവിടെ നിന്ന് അടിച്ച് കഴിഞ്ഞപ്പോൾ മോളെ കണ്ടില്ല, മോളെ നോക്കിയപ്പോൾ ഇതുപോലെ തന്നെ പുള്ളിക്കാരത്തി തന്നെ റൂമിൽ അതൊന്ന് അടിച്ച് ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ബ്രഷോ റോളറൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ റൂമുകൾ നമുക്ക് തന്നെ ക്ലിയർ ചെയ്തെടുക്കുകയും ചെയ്യാം. അന്ന് നമുക്ക് ആ ഒരു പെയിൻറ്റ് വാങ്ങിക്കുന്നതിൻ്റെ ഒരു പൈസ ആവത്തുള്ളൂ. നമുക്ക് പണിക്കാർക്ക് കൊടുക്കണതിൻ്റെ ഒരു കാശ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലെ ഇഷ്ടമുള്ള കളർ തന്നെ നമുക്ക് ആയിട്ട് അടിച്ചെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞ് റോളർ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് അങ്ങ് അടിച്ചെടുക്കുകയും ചെയ്യാം, അധികം പൈസ ആവത്തുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടേപ്പ് വച്ച് ഒട്ടിച്ചതിൻ്റെ കാരണം തന്നെ ഏതാണ്ടില്ലേ ചെറിയൊരു വ്യത്യാസമാണെങ്കിൽ അത് വലിയ വ്യത്യാസമാകും. അപ്പോൾ നമ്മളത് ടേപ്പ് വെച്ചിട്ടാണ് അതങ്ങനെ ചെയ്യണമെങ്കിൽ അതൊരു ഡിസൈനായിട്ട് ഇരിക്കുകയും ചെയ്യും, അധികം അത് ബോറായിട്ട് ഇരിക്കത്തുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 1 ലിറ്റർ പെയിൻറ്റിൽ ഒരു 300-400 ml വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കത് റൂമിലാണെങ്കിലും മതിൽമയാണെങ്കിലും അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കത് പെയിൻറ്റ് കൂടുതൽ കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ റൂമിൽ ആ സെയിം അതേ കളർ തന്നെയാണ് ടച്ച് ചെയ്യണതെങ്കിൽ അധികം നമ്മൾ ആ ഒരു അഴുക്കായ
ആയേക്കുന്ന ഒരു ഭാഗത്ത് മാത്രം ബ്രഷ് വെച്ചത് കറക്റ്റ് ആ ഒരു കളറിൽ തൂത്തുറുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈസ നല്ലൊരു ലാഭമുണ്ട്, നമുക്ക് അധികം പൈസ ഇട്ട് ആവത്തില്ല കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെയൊക്കെ ഒരു വീതിയുള്ളൊരു റോളർ വാങ്ങിച്ചിട്ട് നമുക്കൊരു കോല് അല്ലെങ്കിൽ ഒരു നീളമുള്ള ഓസ് ആണെങ്കിൽ നമുക്കത് കുത്തി കൊടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു രീതിയിലൊന്ന് മുക്കിയിട്ട് ഈ ഒരു രീതിയിൽ നല്ല ഒരു നീളമുള്ളതാണെങ്കിൽ മുകളിൽ നിന്ന് നമുക്ക് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്കത് 2 കോട്ട്, ഫസ്റ്റ് കോട്ട് നമുക്ക് പ്രൈമർ കൊടുത്തതിന് ശേഷം നമുക്ക് എമർഷൻ വാങ്ങിച്ചിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ ജനലിനൊക്കെ നമുക്ക് സ്വന്തമായിട്ട് കൊടുക്കാനാണെങ്കിൽ നമുക്ക് കമ്പിക്കും അതുപോലെ ജനലിന് തടിക്കും കൊടുക്കുന്ന ഒരു പെയിൻ്റാണ് വാങ്ങിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ജനൽ കമ്പികൾ അതുപോലെയുള്ള നമ്മുടെ ഗേറ്റ് അതുപോലെ സ്വന്തമായിട്ട് നമ്മുടെയൊക്കെ റൂമിൻ്റെയൊക്കെ വാതിലിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് അങ്ങ് കൊടുത്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു എളുപ്പത്തിന് നമുക്ക് ചെറിയൊരു റോളർ ഞാൻ കാണിച്ചിരുന്ന ഒരു റോളർ വാങ്ങിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്വന്തമായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഇടഭാഗത്ത് വരുന്നൊരു ഭാഗത്തൊക്കെ ചെറിയൊരു ബ്രഷും കൊണ്ട് നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ചെറിയൊരു ആഘോഷങ്ങളായിക്കോട്ടെ, നമ്മുടെയൊക്കെ വീടൊക്കെ പെട്ടെന്നൊക്കെ ഒന്ന് ചെറിയൊരു രീതിയിലൊക്കെ ഒന്ന് മുഷിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീടിൻ്റെ ജനലുകളാണെങ്കിലും വാതിലുകളാണെങ്കിലും റൂമുകളാണെങ്കിലും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ഐഡിയയ്ക്ക് ആ ഒരു രീതിയിൽ ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്ന ഒരു കളർ ചാർട്ട് നിങ്ങൾ നോക്കിയിട്ട് ആ ഒരു കളറിൻ്റെ പേരിനാ നോക്കുക. ആ ഒരു കളറിൻ്റെ താഴെ തന്നെ അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ആ ഒരു കളറിൻ്റെ പേര്. അപ്പോൾ ആ ഒരു കളർ നിങ്ങൾക്ക് അതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്കത് ഇപ്പം നിങ്ങളുടെ റൂമിൽ അത് തന്നെ കളറാണെന്നുണ്ടെങ്കിൽ ആ സെയിം കളറാണോ നിങ്ങൾ ആ ചാർട്ടിൽ നോക്കിയിട്ട് കളറിൻ്റെ പേര് പോയി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു പെയിൻറ്റ് വാങ്ങിച്ചു തന്നിട്ട് സ്വന്തമായിട്ട് അങ്ങ് അടിച്ചെടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബോയ്സ് ഒക്കെ വെറുതെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ വീട് മുഷിച്ചിരിക്കുകയാണെങ്കിൽ സ്വന്തമായിട്ടൊക്കെ ഒന്ന് അടിച്ചെടുക്കാനുള്ള എൻ്റെ ഒരു ഐഡിയ ആയിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. പിന്നെ ഈ ഒരു ടെക്സ്ചർ വർക്ക് ഞാൻ തന്നെ ചെയ്തെടുത്താണ്. അപ്പോൾ ടെക്സ്ചർ പുട്ടി ചെയ്യുന്നത് ഹാളിലൊക്കെ ചെയ്തിടുന്നത് ഇഷ്ടമുള്ള ആളുകളും നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് എന്തായാലും ഇടുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമല്ല അത് കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാനൽ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ടെക്സ്ചർ പുട്ട് ചെയ്തേക്കുന്ന എൻ്റെ വീഡിയോ കിടപ്പുണ്ട് കേട്ടോ അതിനകത്ത്. പിന്നെ നിങ്ങൾ ഇനാമൽ പെയിൻറ്റ് വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് ജനലിലും വാതിലിലൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇനാമൽ പെയിൻറ്റ് വാങ്ങിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ടിന്നർ കൂടി വാങ്ങിക്കുക കേട്ടോ. ടിന്നറും ഇനാമൽ പെയിൻറ്റും മിക്സ് ചെയ്തിട്ട് വേണം, ലൂസാക്കിയിട്ട് വേണം കേട്ടോ ജനലിനും വാതിലിനൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട്. എന്നാലാണ് ആ തടിയിലേക്ക് അത് കറക്റ്റായിട്ട് അത് പിടിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഫർണിച്ചറുകൾ നമ്മൾ റൂമിലൊക്കെ ഹാളിലൊക്കെ ഒരു ഭംഗിയാക്കി ഇടാൻ ആയിട്ടുള്ള ഫർണിച്ചർ വേണമെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇവർ എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അവരുടെ വാട്സാപ്പ് നമ്പറാട്ടോ ഞാൻ ഈ കൊടുത്തേക്കുന്നത്. പിന്നെ അപ്പോൾ നമ്മുടെ വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു വീട് നമ്മൾ പുറം മാത്രം അടിച്ചിട്ട് ഒരു 45-50,000 രൂപയുടെ ഒക്കെ റേറ്റ് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ നിങ്ങളിലേക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാരൊക്കെ ഒരു വീട് പുറം പെയിൻ്റ് അടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് പെയിൻ്റ് അടിച്ച് നോക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീട് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാം കേട്ടോ. പിന്നെ ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.